നമസ്കാരം. SSC മലയാളിയുടെ കറന്റ് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിൽ കണ്ടു, നമ്മുടെ ആദ്യത്തെ L1 സോളാർ മിഷൻ ആണ്, അത് ഓർബിറ്റിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട് കൊടൈക്കനാലിൽ നമുക്കൊരു സോളാർ ഒബ്സർവേറ്ററി ഉണ്ട്. ഓക്കെ, ഒരു സെഞ്ചുറി ഓവർ എ സെഞ്ചുറി ആയിട്ട് അതിങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഇതാണ് അതിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇത് സണ്ണിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ട ഒരു ഓൾഡസ്റ്റ് ഒബ്സർവേറ്ററി ആണ് നമ്മുടെ കയ്യിലുള്ളത്. മദ്രാസ് ഒബ്സർവേറ്ററിയുടെ ഒരു ഗവൺമെന്റ് ആസ്ട്രോണമർ ആയിരുന്ന നോർമൻ ഫോക്സൺ ആണ് ഇങ്ങനെ ഒരു ഐഡിയ, അതായത് സണ്ണിന്റെ പിക്ചർ എടുക്കാവുന്ന ഒരു 20 ഇഞ്ച് ടെലിസ്കോപ്പിന്റെ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ സോളാർ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തത് 1893-ലാണ്. പ്രസന്റ് ഡേ കൊടൈക്കനാലിൽ, തമിഴ്നാടിലാണ് ഇതുള്ളത്. അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഡസ്റ്റ് ഫ്രീ എൻവയോൺമെന്റിലാണ് ഈ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ഉള്ളത്. ആദ്യത്തെ പേര് സോളാർ ഫിസിക്സ് ഒബ്സർവേറ്ററി എന്നായിരുന്നു. April 1st 1899-ലാണ് ഇത് കൊണ്ടുവന്നത്. ലേറ്റർ ഇതിനെ റീനെയിം ചെയ്ത് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി എന്നാക്കി മാറ്റി. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി. ഇപ്പോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് BR ഗവായ് എന്ന് പറയുന്നത്, അദ്ദേഹം സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി എന്താണെന്ന്. ഇത് ഒരു ഫ്രീ ആൻഡ് കോമ്പിറ്റന്റ് ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള വീക്കർ സെക്ഷൻസിന് വളരെ ഫ്രീ ആയിട്ടുള്ള ലീഗൽ സർവീസസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഈ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 അണ്ടറിലാണ് ഇത് വരുന്നത്. ചെയർമാനും മറ്റു മെമ്പേഴ്സും ഒക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ അദ്ദേഹം സെക്രട്ടറി ടു ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ആണ് ഇപ്പോ നടന്നത്. അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡക്ഷൻ ഓഫ് 2023 ആണ് ഈ ഫിലിംസ്. 2023-ലെ ഫിലിംസും കാര്യങ്ങളൊക്കെയാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെറമണി ബ്രോഡ്കാസ്റ്റ് ചെയ്തത് January 7th 2024-ലാണ്. കാലിഫോർണിയയിലായിരുന്നു. ദ ബെവർലി ഹിൽട്ടൺ ഇൻ ബെവർലി ഹിൽസ്. ഓക്കെ, ഇനി അതിന്റെ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ബെസ്റ്റ് ഫിലിം ഡ്രാമ ഓപ്പൻഹീമർ ആണ്. ബെസ്റ്റ് ഫിലിം മ്യൂസിക്കൽ ഓർ കോമഡി എന്ന് പറയുന്നത് പ്യുവർ തിങ്സിനാണ് കിട്ടിയത്. ബെസ്റ്റ് ഡ്രാമ സീരീസ് സക്സഷൻ. ബെസ്റ്റ് മ്യൂസിക്കൽ ഓർ കോമഡി സീരീസ് കിട്ടിയത് ദ ബിയർ എന്ന് പറയുന്ന ഒരു മൂവിക്കാണ്, ഒരു സീരീസിനാണ്. ബെസ്റ്റ് മിനി സീരീസ് ഓർ ടെലിവിഷൻ മൂവി ബീഫ് ആയിരുന്നു. മോസ്റ്റ് അവാർഡ്സ് കിട്ടിയത് ഓപ്പൻഹീമറിനാണ്. 5 അവാർഡ്സ് കിട്ടി. മോസ്റ്റ് നോമിനേഷൻസ് പോയത് ബാർബിക്കും സക്സഷനാണ്. 9 നോമിനേഷൻസ് പോയിരുന്നു. ഇനി ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ ആയിരുന്നു. ഓപ്പൻഹീമർ എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ ഡയറക്ടറാണ്. ബെസ്റ്റ് പെർഫോമൻസ് ബൈ ആക്ട്രസ് ഇൻ എ മോഷൻ പിക്ചർ ഡ്രാമ. ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ലിലി ഗ്ലാഡ്സ്റ്റൺ ആണ്. കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ. ഓക്കെ, ഇനി ബെസ്റ്റ് പെർഫോമൻസ് ബൈ ആക്ട്രസ് ഇൻ മോഷൻ പിക്ചറിലെ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ എമ്മ സ്റ്റോൺ ആണ് കിട്ടിയത്. പ്യുവർ തിങ്സ് എന്ന് പറയുന്ന ഒരു ഫിലിമിന് വേണ്ടി. ഇനി ബെസ്റ്റ് പെർഫോമൻസ് ബൈ ആൻ ആക്ടർ ഇൻ എ മോഷൻ പിക്ചർ എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ പോൾ ഗിയമാട്ടിക്കാണ് കിട്ടിയത്. ദ ഹോൾഡ് ഓവേഴ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൻഡ് കോമഡി ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഇൻ എ മോഷൻ പിക്ചർ കിട്ടിയത് റോബർട്ട് ഡൗണിക്കാണ്. ഓപ്പൻഹീമർ എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടി. നെക്സ്റ്റ്, മകരസംക്രാന്തി ഫെസ്റ്റിവൽ. മകരസംക്രാന്തി ഫെസ്റ്റിവൽ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ വളരെയധികം നമുക്ക് പരിചിതമാണ്. ഈ മകരസംക്രാന്തിനെ നമ്മൾ ഉത്തരായന എന്നും കൂടെ റെഫർ ചെയ്യാറുണ്ട്. മകരം എന്ന് പറയുന്നത് നമ്മുടെ മലയാള മാസത്തിലെ ഒന്നാണ്. സിംപ്ലി സംക്രാന്തി, അങ്ങനെ നമുക്ക് നഗരത്തിലെ സംക്രാന്തി എന്നുള്ള രീതിയിൽ തിരിക്കാം. അതൊരു ഹിന്ദു ഒബ്സർവൻസ് ആണ്. ഹിന്ദുവായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. യൂഷ്വലി January 14 ആണ് ആനുവലി ഈ ഒരു മകരസംക്രാന്തി ഫെസ്റ്റിവൽ നടക്കുന്നത്. സണ്ണ് സഗിറ്റാറിയസ് എന്ന് പറയുന്ന സോഡിയക് സൈനിൽ നിന്ന് കാപ്രിക്കോണിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ഉത്തരായനത്തിനെയാണ് നമ്മൾ ഈ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, DRDO കൗണ്ടർ ഡ്രോൺ സിസ്റ്റം റെഡി, ഹാൻഡഡ് ഓവർ ടു പ്രൈവറ്റ് ഫേംസ്. സോ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ റെഡിയാക്കി പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ആംഡ് സർവീസസിലേക്ക് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്റർണൽ സെക്യൂരിറ്റി ഏജൻസിക്കും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അതിൽ ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് കൂടെ നോക്കുകയാണ്. അതൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന
ഒരു പ്രീമിയർ ഏജൻസിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് മിലിറ്ററി റിസർച്ച് ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും നടത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് ഫോം ചെയ്തത് 1958-ലാണ്. ഇതിനൊരു മോട്ടോ, DRDOയുടെ മോട്ടോ എന്ന് പറയുന്നത് സ്ട്രെങ്ത്സ് ഒറിജിൻ ഇസ് ഇൻ സയൻസ്. ചെയർമാൻ സമീർ വി കമത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സൗത്ത് കൊറിയ സൂപ്പർ കണ്ടക്ടിവിറ്റി ക്ലെയിം റിവൈവ്ഡ് വിത്ത് ന്യൂ ഡാറ്റ. സൗത്ത് കൊറിയ സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ലെയിം ചെയ്തിരുന്നു. അത് പുതിയ ഡാറ്റ പുറത്തോട്ട് വന്നപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് തെളിഞ്ഞു. അപ്പോ മെറ്റീരിയൽ കോൾഡ് LK99, ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതൊരു മെറ്റീരിയൽ LK99 എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ റിസർച്ച് ഗ്രൂപ്പ് ക്ലെയിം ചെയ്തത് ഇതൊരു RTP സൂപ്പർ കണ്ടക്ടർ ആണെന്നാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ, അതാണ് RTP എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് സ്റ്റഡീസ് ഇപ്പോ നടത്തി ഇപ്പൊ മനസ്സിലായത് LK99 എന്ന് പറയുന്നത് it was prepared by the way of South Korean group had indicated and it doesn't become a superconductor. അവർ പറഞ്ഞ പോലെ തന്നെയാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ അതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല. ഇറ്റ് ഡിഡ്ന്റ് ബിക്കം സൂപ്പർ കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ ആകാനുള്ള കഴിവില്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ LK99 എന്ന് പറയുന്ന ഒരു കോപ്പർ ഡോപ്ഡ് ലെഡ് ഓക്സിപാറ്റേറ്റ് കോമ്പൗണ്ട് ആണ്. ഇത് ഫസ്റ്റ് സിന്തസൈസ് ചെയ്ത് 1999-ലാണ്. ഒരു കൊറിയൻ യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ചേഴ്സ് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതൊരു ഗ്രേ ബ്ലാക്ക് പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് റൂം ടെമ്പറേച്ചറിലും ആംബിയൻ പ്രഷറിലും ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോ ദ ഡിസ്കവറി ഓഫ് റൂം ടെമ്പറേച്ചർ ആൻഡ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് കുറെ ടെക്നോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ്. ഗ്ലോബൽ എനർജി ചലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സാധിക്കും. അതിൽ കമ്പ്യൂട്ടിംഗ് കുറച്ചുകൂടെ സ്പീഡ് ആക്കാൻ പറ്റും. മെമ്മറി സ്റ്റോറേജ് ഡിവൈസസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇതിനുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കാർബൺ ഓഫ്സെറ്റിംഗ്. കാർബൺ ഓഫ്സെറ്റിംഗ് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടു വന്നിരിക്കുന്ന ഒരു ടേം ആണ്. ഈ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു തരം ട്രേഡിംഗ് മെക്കാനിസം ആണ്. അതായത് ചില ഗവൺമെന്റും ഇൻഡിവിജ്വൽസും ബിസിനസ്സും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേൾഡിന്റെ ഒരു ഭാഗത്ത് അവർ പുറത്തേക്ക് വിടുമ്പോൾ വേൾഡിന്റെ മറ്റൊരു ഭാഗത്ത് ഇവരത് പർച്ചേസ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ ഇന്ത്യയില് ഒത്തിരി ഇപ്പൊ US-നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്രയും കാർബൺ എമിഷൻ വരുന്നില്ല. അപ്പൊ US-ലുള്ള ഒരു കമ്പനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ US ഗവൺമെന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാർബണെ നമ്മൾ ട്രേഡ് ചെയ്യും. എന്നിട്ട് അവരവിടെ എമിറ്റ് ചെയ്യും. അതിന് പകരം അവർ അതുമായി ബന്ധപ്പെട്ട്, അതായത് കാർബൺ എമിഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ലൈക്ക് റീഫോറസ്റ്റേഷൻ പോലുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അവരത് കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേം ആണ് കാർബൺ ബോർഡർ ടാക്സ്. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് എന്നും പറയും. അതായത് നമ്മൾ കാർബൺ എമിഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ടാക്സ് അടയ്ക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ കാർബണിന് മീതെ പ്രൈസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാർബൺ എമിഷൻ വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ ഡിസ്കറേജ് ചെയ്യപ്പെടും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പ്രപ്പോസൽ എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്മീഷന്റെ യൂറോപ്യൻ ഗ്രീൻ ഡീൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. ഇത് ഫസ്റ്റ് ക്ലൈമറ്റിനെ 2020 നമ്മുടെ വേൾഡിനെ 2020 ആകുമ്പോഴത്തേക്കും എന്താണ് കാർബൺ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലോറിംഗ് ഇന്ത്യസ് ഡൈവേഴ്സ് കൾച്ചറൽ ഹെറിറ്റേജ് ത്രൂ GI ടാക്സ്. GI ടാക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രത്തിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ 17 പ്രൊഡക്ട്സിന് പുതുതായിട്ട് നമുക്ക്, അതായത് 6 സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള പ്രൊഡക്ട്സിനാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കിട്ടിയത്. അതാണ് GI ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് രണ്ടെണ്ണം നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് മുതൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഡോൺഗാരിയ കോൺ ഷോൾ എന്ന് പറയുന്നത്, ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് എക്സാമ്പിൾ ആണ് സുന്ദർബൻ ഹാഡി, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇത് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ നോക്കുക. ഇപ്പൊ GI ടാഗ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്ന ഒരു തരം സൈൻ ആണ്. അതായത് ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ഒരു സൈൻ. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ റെപ്യൂട്ടേഷനും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ GI ടാഗ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രൈവറ്റ് ഇൻഡസ്ട്രി ലീഡ്സ് US ഫസ്റ്റ് മൂൺ ലാൻഡിംഗ് സിൻസ് അപ്പോളോ. അപ്പോൾ അപ്പോളോയ്ക്ക് ശേഷം US-ല് ഫസ്റ്റ് മൂൺ ലാൻഡിംഗ് പ്രൈവറ്റ് ഇൻഡസ്ട്രി ലീഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് അമേരിക്കൻ സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ മൂണിലേക്കുള്ള ലാൻഡിംഗ് എന്താ പറയാ
അവര് ലീഡ് ചെയ്യാണ്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രി ആണ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. ബ്രാൻഡ് ന്യൂ റോക്കറ്റ്, അതായത് യുണൈറ്റഡ് ലോഞ്ച് ഏലിയൻസസ് വൾക്കാൻ സിൻഡർ എന്ന് പറയുന്ന ഒരു ന്യൂ റോക്കറ്റിലാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഫ്ലോറിഡയിലുള്ള കാപ്പെ കാനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. ഇത് ക്യാരി ചെയ്യുന്നത് ലാൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ ആസ്ട്രോബോട്ടിക്സ് പെരിഗ്രൈൻ ലൂണാർ ലാൻഡർ ആണ്. ഈ ആസ്ട്രോബോട്ടിക്സ് പെരിഗ്രൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ വേൾഡിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് ആണ്. അതിന്റെ പേരാണ് ഈ ലൂണാർ ലാൻഡറിന് ഇട്ടിരിക്കുന്നത്, പെരിഗ്രൈൻ ലൂണാർ ലാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൂടെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.